കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഗുരുദക്ഷിണ വരികൾ സഹിതം തുടരുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം വരികൾ സഹിതം 10 മിനിറ്റ് നിത്യപാരായണം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. അതുപോലെ ഈ പുണ്യകാലമായ നവരാത്രിയിൽ ദേവി മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിലുള്ള മലയാളത്തിലുള്ള ദേവി മഹാത്മ്യം സമ്പൂർണമായി പാരായണം ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുദക്ഷിണ. ദക്ഷരാം രാമകൃഷ്ണന്മാരതു നേരം ദക്ഷിണ ചെയ്വതിന്നെന്തെന്നു ചൊൽകുന്നാർ എന്നതു കേട്ടു പറഞ്ഞതു ഭൂസുരൻ തന്നുടെ പത്നിയോടും നിരൂപിച്ചവൻ ദിവ്യപുമാന്മാരിവരെന്നുറച്ചിട്ടു. ദിവ്യനാം സാന്ദീപനി പറഞ്ഞിടിനാൻ മുന്നം പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കുമ്പോൾ എന്നുടെ നന്ദനൻ തന്നെ ഞാൻ കണ്ടില്ല. ഇന്നിക കൊണ്ടൊന്നു തന്നിതെന്നാകിലോ ഇന്നിതിന്മീതെ മറ്റില്ലിങ്ങൊരാഗ്രഹം. അങ്ങനെ തന്നെയെന്നാശു മുകുന്ദനും തന്നെ ജ്യേഷ്ഠനുമായി രഥമേറിപ്പോയി ചെന്നു സമുദ്രതീരെ നിന്നതു കണ്ടു വന്നു വരുണൻ നമസ്കരിച്ചിടിനാൻ. അപ്പോൾ മുകുന്ദൻ അരുൾ ചെയ്തിത്തരമപ്പതേ മദ്ഗുരുപുത്രനെ വൈകാതെ തന്നിട വേണമെന്നങ്ങതു കേട്ടപ്പോൾ നിന്ന വരുണൻ പറഞ്ഞതു തദ്രുത്വം. മജ്ജലം തന്നിൽ വസിക്കുന്നു നിത്യവും നിർജ്ജരവൈരിയാം പഞ്ചജനനവൻ വഞ്ചിച്ചിതു ഭവദേശികൻ തന്നെയും അഞ്ചാതെ പുത്രനെ കട്ടതവനല്ലോ. മായാവി ശങ്കരൂപം പൂണ്ടിരിക്കുന്നു. മായാപദേ പരമാർത്ഥങ്ങളിത്തരം എന്നതു കേട്ടുടൻ അംബസി ചെന്നുടൻ കൊന്നിതു ശങ്കനെ കൃഷ്ണനതു നേരം. ശങ്കത്തിനുള്ളിൽ ഗുരുസുതം കണ്ടീല. ശംഖുമെടുത്തു പോനീടിനാൻ കേശവൻ പഞ്ചജനദേഹ സംഭവ ശങ്കിക പാഞ്ചജന്യമതാമെന്നു ചൊല്ലുന്നു.
പാഞ്ചജന്യം വിളിച്ചങ്ങനെ കൃഷ്ണനും അഞ്ജിതരാമനുമായി രഥത്തൂടെ പോയി കാലപുരം ബുക്ക നേരത്തു നാരകി കാലാജ്ഞയാകിടന്നീടും ജനത്തിനും കാലം സുഖമായി വന്നതു കാണുകയാൽ കാലഭൃത്യന്മാർ ഭ്രമിച്ചിതതു നേരം കാലസ്വരൂപൻ നരകാരിതന്നുടെ ലീലകൾ ചിന്തിപ്പവർക്കില്ല സങ്കടം ഘോരമാം ശംഖധ്വനി പൂരഘോഷേണ ഘോരയമപുരി കീഴ്മേൽ മറിച്ചിതു കാലനും വന്നു നമസ്കരിച്ചിട്ടുടൻ ചാലവേ മാനിച്ചു പൂജിച്ചു നിന്നപ്പോൾ കാരുണ്യമൂർത്തി മുകുന്ദൻ അരുൾ ചെയ്തു പാരാതിമം ഗുരുപുത്രനെ നൽകനീ എന്നതു കേട്ടു ഗുരുപുത്രനെ ക്ഷണം നന്ദാത്മജന്മാർക്കു നൽകി പറഞ്ഞതു ത്വൽകൃപ കൊണ്ടിവണ്ണം ദുഷ്ടവർഗത്തെ ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്നിവര് ഞാൻ സത്യസ്വരൂപ നിൻ കാരുണ്യമെന്നുള്ളിൽ നിത്യവും ഉണ്ടാകവേണം ജഗൽ പ്രഭുവും മൃത്യുവീവണ്ണം അപേക്ഷിച്ച നേരത്തു സത്യസ്വരൂപൻ അനുഗ്രഹിച്ചങ്ങനെ ചിത്തമോദീന ഗുരുപുത്രനെ കൊണ്ടങ്ങുത്തമന്മാർ യമലോകം വെടിഞ്ഞത് രാമനും കൃഷ്ണനും വന്നു ഗുരുവിനു താമസമെന്നിയെ പുത്രനെ നൽകിയിട്ടു ഇഷ്ടമിനിയെന്തു ചൊൽകെന്നു കേട്ടുടൻ പുഷ്ടമോദത്തോടനുഗ്രഹിച്ചിത്തരം വിഷ്ടബാദേശനോടു ഗുരു ചൊല്ലിനാ ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഗുരു തന്നുള്ളിലോർത്തതെല്ലാം വരും നിർണയം എത്രയും ദുഷ്ടനായി ഞാനിനി നിങ്ങളും ഉത്തമന്മാരായ വിദ്യകൾ വർത്തിക്കും യുദ്ധം ഗുരുപ്രേതി ചെയ്തവരാരുമേ ഈ ത്രിലോകത്തിങ്കലിൽ എന്നു നിർണയം നല്ലതു മേന്മേൽ വരുമിനി നിങ്ങൾക്കു മംഗളന്മാർ ഗമിക്കുന്നു ഗുരുവാക്യം കൈക്കൊണ്ടനുഗ്രഹവും വാങ്ങി സത്വരം ഉത്തമന്മാർ മധുരാപുരി ഭുക്കിതു രാമം മുകുന്ദഞ്ച കണ്ടു യദുകുലം ആമോദമോടു സൽക്കാരവും ചെയ്തിതു പൂർവമുള്ള ധനം കാണാതെ കാലത്താൽ കൈവന്നതുപോലെ തുഷ്ടിയുമുണ്ടായി യാദവന്മാർക്കു വളർന്നിതു മോദവും യാദവരാമകൃഷ്ണന്മാരൊരുമിച്ചങ്ങാമോദമോടു വസിച്ചിതെല്ലാവരും കാമദൻ തൻ വിലാസങ്ങൾ അത്യത്ഭുതം ഇത്തം മുനീന്ദ്രന്റെ വാക്കുകൾ കേട്ടതേ ചിത്തവിശുദ്ധനായി മോദിച്ചു ഭൂപതി നാളെ പറഞ്ഞിടാം ശേഷം കഥയെന്നു മേളമോടെ വസിച്ചാൾ ശുഗപ്പൈതലും കേവലാനന്ദാമൃതം പാനം ചെയ്വതിനായി കേവല സ്വയം പ്രകാശാത്മരൂപേണ തന്നെ പഞ്ചവർണ്ണത്തെ പൂണ്ട പൈങ്കിളിക്കുലം തന്നിൽ അഞ്ചാതെ മനോഹരയായി വന്നു പിറന്ന നീ
പഞ്ചത്വം തീർന്നു കൊള്ളുവാൻ പങ്കജനേത്രൻ തന്റെ അഞ്ജിത ഭാഗവത ധർമ്മത്തെ പാടിക്കൊണ്ടു സഞ്ചരിച്ചിടുന്നൊരു ശാരികേ വരികിരെ പഞ്ചസാരയും പാലും പഴവും മറ്റുമുള്ള സഞ്ചയഭുക്തങ്ങളിൽ വേണ്ടതു ഭുജിക്കെടൂ. സഞ്ചാരഗേദം പോക്കി മാനസതുഷ്ടിയോടും നിർമ്മലൻ നാരായണൻ സർവാത്മാ സനാതനൻ നിർമ്മമൻ സർവാധാരൻ നിർവികാരാത്മാനന്ദൻ ചിന്മയൻ സ്വയം പ്രവനച്യുതനഖണ്ഡാത്മാ നിർമ്മലനഗോചരനവ്യക്തൻ നിരുപമൻ ജന്മനാശാദിഹീനൻ നിർമ്മലൻ കൃഷ്ണൻ തന്റെ നിർമ്മല പ്രകൃതിയാൽ മിഥ്യയാ ബന്ധം തീർത്തു നിശ്ചലത്വം വരുത്തും സത്യമാം കഥാശേഷം വിശ്വമോഹനം പറഞ്ഞിടടോ മടിയാതെ കേട്ടുകൊള്ളുക. കൃഷ്ണൻ കംസനെ കൊല ചെയ്തു വാട്ടമെന്നിയെ ശിഷ്ടരക്ഷണം ചെയ്തുകൊണ്ടു ഗോവിന്ദൻ മധുരയിൽ വാഴുന്നാളൊരു ദിനം ജീവശിഷ്യനായ ഏറ്റവും ഉത്തമനായ നിജഭാവത്തെ മുന്നമറിഞ്ഞിടിന മന്ത്രികളിൽ കേശവഭക്തനായി ജ്ഞാനസമ്പന്നനായി സത്യബുദ്ധിമാനായി മേവീടുമുദ്ധവനെ സത്വരം വിളിച്ചതി മന്ദഹാസേന കൃഷ്ണൻ ഉത്തവകരം പിടിച്ചീവണ്ണം അരുൾ ചെയ്തു. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം അതിപ്രധാനമായ ഉദ്ധവദൂത് വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ